ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ധന്യാസ് ലിറ്റിൽ വേൾഡ്. ഇപ്പം എല്ലായിടത്തും ചെറിയ മഴയും തണുപ്പൊക്കെ ഉണ്ടല്ലേ. വയനാട്ടിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ചെറിയൊരു മഞ്ഞും ചാറ്റം മഴയും തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പം ആ സമയത്ത് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമല്ലേ. അതിൻ്റെ കൂടുതലൊരു സ്നാക്സും കൂടി ആയാലോ. പിന്നെ എല്ലാവരും പഴംപൊരി ഉണ്ടാക്കുന്നതാണ്. ഇന്നൊരു വെറൈറ്റി പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ. വൈകുന്നേരം ഒന്ന് നല്ലോണം റിലാക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കാനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മൈദ, എള്ള്, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, ഉപ്പ്, പുളിമാവ്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തവിയിലൊരു 2.5 തവിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് വരും. നമ്മൾ ഉണ്ടാക്കുന്ന പഴത്തിനനുസരിച്ച് മൈദ എടുക്കുക. ഞാനൊരു 5 പഴം പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മൈദയാണ് എടുക്കുന്നത്. അതിലേക്കൊരു 2.5 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലവർ ഇല്ല എങ്കിൽ അരിപ്പൊടി ചേർത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ളും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പഴംപൊരീൻ്റെ കൂട്ടത്തിൽ ഈ എള്ള് കടിക്കുമ്പം നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും ഒരുപാട് ഗുണമുള്ളൊരു സാധനമാണ് എള്ള്. അപ്പോൾ എള്ള് ചേർക്കുന്നത് നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് എള്ള്. ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ അപ്പത്തിൻ്റെയൊക്കെ മാവ് ഉണ്ടാവില്ലേ, രാവിലെ അപ്പം ഉണ്ടാക്കിയതിൻ്റെ മാവ്, ആ പുളിമാവാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ അത് മതി. പഴംപൊരി നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി പുളിമാവില്ല എന്നോർത്ത് സങ്കടപ്പെടേണ്ട, അത് പിന്നെ അതങ്ങ് ഒഴിവാക്കിയാൽ മതി. പുളിമാവുള്ള സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ലൂസായി പോകരുത്, കുറച്ച് തിക്കായിട്ടിരിക്കണം നമ്മുടെ ബാറ്റർ. അപ്പോഴാണ് പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഒരു 3/4 ഗ്ലാസ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ്. ഒത്തിരി ലൂസാക്കി മാവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേനും ആ മാവ് മൊത്തം ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ വിതറി കിടക്കും. ഇപ്പോൾ ഒരു 5 പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പഴുത്ത പഴമാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യാം. ചെറുതായി കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താലോ. പാനിലേക്ക് ഞാൻ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതാ മാവിലൊരു പഴം എടുത്ത് ഇങ്ങനെ മുക്കുക. അതൊന്ന് നിവർത്തി പിടിക്കുക. അപ്പം അതിൻ്റെ അകത്ത് ബാക്കി വരുന്ന മാവൊക്കെ കൂടി അതിൻ്റെ അകത്തേക്ക് തന്നെ ചാടിക്കോളും. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താ അമ്മച്ചീൻ്റെ സ്പെഷ്യൽ കൂട്ടാണ് കേട്ടോ. ഓരോന്നായിട്ട് നമുക്ക് ഒത്തിരി തിക്കായിട്ടിടണ്ട എണ്ണയിലേക്ക്. ഈ പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ കഴിക്കാനൊക്കെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കും. കടയിലൊക്കെ ചിലപ്പോൾ ചെല്ലുമ്പോൾ കാണത്തില്ലേ ഇങ്ങനെ വാടിയിരിക്കുന്ന പഴംപൊരി. അങ്ങനെയല്ല, ഇത് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. നമ്മളിതിൻ്റെ അകത്ത് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പുളിമാവും ചേർത്തിട്ടുണ്ട്. പുളിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല ക്രിസ്പി ആയിരിക്കും. എള്ളും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊന്നാകുമ്പോൾ തിരിച്ചിടാം. ഇനി ഈ ഒരു
ഇതിൻ്റെ അകത്തൊരു ഗോൾഡൻ കളർ കണ്ടോ, ഈ കളർ വരുമ്പോഴാണ് ഇത് എടുക്കേണ്ടത്, അതിന് മുമ്പ് എടുക്കരുത്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതുപോലെ തന്നെ ബാക്കി ഉണ്ടാക്കിയെടുക്കാം. പഴംപൊരിയൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സ് അല്ലേ. പഴംപൊരി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമോ? എനിക്കിഷ്ടമാണ് കേട്ടോ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പഴംപൊരി. അപ്പോൾ ഒരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് കോരി മാറ്റാം എണ്ണയിൽ നിന്ന്. കണ്ടോ നല്ല മുരിഞ്ഞിരിക്കണേ. ആ മാവൊന്നും നമുക്ക് എണ്ണയിലേക്ക് അധികം ഒന്നും ചാടുന്നില്ലേ. ലൂസായിട്ട് മാവ് എടുക്കുമ്പോഴത്തേനും പഴം ഇടുമ്പോഴത്തേനും പകുതി മാവും എണ്ണയിലുണ്ടാവും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പഴംപൊരി? നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈവനിങ് ഒന്ന് റിലാക്സ് ചെയ്യാം. നല്ലൊരു ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ചായയും പഴംപൊരിയും റെഡി. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് റിലാക്സ് ആയിക്കോ കേട്ടോ. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്